താങ്കളൊക്കെ മടങ്ങി വരാം. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായത്. തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങൾ തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടത് കോട്ടകളെ പൊളിച്ചെഴുതി എല്ലാ മേൽക്കോയ്മകളെ അവസാനിപ്പിച്ച് എല്ലാ കള്ള സഖ്യങ്ങളെയും തുറന്നു കാണിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF-നൊപ്പം നിന്നിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ അതിശക്തമായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 504-ലധികം പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, മുനിസിപ്പാലിറ്റികളിൽ 54-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDF-ന്, കോർപ്പറേഷൻ CPM-ന്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ളൊരു വിധിയെഴുത്ത്. ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ കുതിച്ചുചാട്ടം ഐക്യജനാധിപത്യ മുന്നണിക്കിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ DCC പ്രസിഡന്റ് നൽകുന്നുണ്ട്. അതിന്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, ഏതെങ്കിലും ഒരു സെക്ടറിലല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏരിയയിലല്ല, എല്ലായിടങ്ങളിലും വലിയ മുന്നേറ്റം UDF-നുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞത്, അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകന്റെയും പേരിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ, KPCC-യുടെ ഒരു ചുമതല ഉള്ള ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്ക് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൊട്ടും അഹങ്കരിക്കാതെ, തെല്ലും അഹങ്കാരം ബാധിക്കാതെ, കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരാഗ്രഹിക്കുന്നത് ഈ മാറ്റം കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. 2026-ലേക്കുള്ള ഇന്ധനമാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ട് UDF-ന്റെ നേതൃത്വം, തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെ പറഞ്ഞു, 2026-ലേക്ക് കൂടുതൽ ഒരുമയോടെ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് ജനം തന്ന ഇന്ധനമായി ഈ വിജയത്തെ കാണും. ഇതിലൊരു UDF പ്രവർത്തകനും അഹങ്കരിക്കില്ല. ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ഡീപ്പായി ജനങ്ങൾക്കിടയിലുണ്ടാവും. KPCC ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ മുന്നൊരുക്കങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടിന് KPCC-യുടെ പേരിലും ജനങ്ങളോട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്ലാനുകളെ കൃത്യമായി താഴെത്തട്ട് വരെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ KPCC-യുടെ ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വാർഡിലെ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത സജീവമായ താല്പര്യത്തെ, മുന്നൊരുക്കങ്ങളിൽ സജീവമായി എടുത്ത താല്പര്യത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. UDF ഒരു ടീമായി ഈ കാര്യത്തിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും പോസിറ്റീവായി മാറുകയായിരുന്നു. AICC ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ശ്രീ KC വേണുഗോപാൽ MP-യുടെ നേതൃത്വത്തിൽ നൽകിയ സപ്പോർട്ട്, അത് പറയാവുന്നതിനപ്പുറം കരുത്ത് എല്ലാ ഘട്ടങ്ങളിലും. ഒരു ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ AICC നടത്തുന്ന ഇടപെടലിന്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് കേരളത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യത. രാഹുൽ ഗാന്ധിയുടെ തന്നെ വാക്കുകൾ, പാർട്ടിയിലെ ചില പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന മാറ്റം അവിടെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് തുല്യമായിരിക്കും. അത് ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തമാണ് അവിടെ അനിവാര്യമായ മാറ്റം ഉണ്ടാക്കണമെന്ന്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് രാഹുൽ ഗാന്ധി. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ KPCC-ക്ക് AICC നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട്. പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് വഹിച്ച നേതൃപരമായ പങ്ക് എല്ലാ DCC-കളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിലും താഴെത്തട്ടിലെ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിലും പൊളിറ്റിക്കലി പ്രസ്ഥാനത്തിന്റെ സ്റ്റാൻഡ് പറയുന്ന കാര്യത്തിലും എല്ലായിടത്തും ഓടിയെത്തി നേരിട്ട് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിലും അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു കഠിനാധ്വാനം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇൻ ആൻഡ് ഔട്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം UDF-ന്റെ വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കഠിനാധ്വാനം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
എല്ലാത്തിൻ്റെയും ഒരു സപ്പോർട്ട് പില്ലറായി പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങളുടെ നേതൃത്വം, കെ മുരളീധരൻ, ഏത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച എല്ലാ ലീഡർഷിപ്പും വളരെ എഫക്റ്റീവായ കാര്യങ്ങൾ നിറവേറ്റിയതിൻ്റെ പേരിലുണ്ടായ വിജയമാണ്. UDFിൻ്റെ ഘടകകക്ഷികളും നേതൃത്വവും മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ അതിശക്തമായ വിജയത്തിന് ഇന്ധനം പകർന്ന് മലബാറിൽ പ്രത്യേകിച്ചും അവരുടെ ഈ കോട്ടകൾ പൊളിയുന്ന കാര്യത്തിലൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇതൊരു വലിയൊരു കൂട്ടായ്മയുടെ, ജനങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങൾ നോക്കിക്കണ്ടതിൻ്റെ വിജയമാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി, അഭിവാദ്യം അറിയിക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ്. കോഴിക്കോടിന് എത്രയോ കാലമായി CPMന് കൊടുത്ത അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് തന്നെ പറയാം. MLAമാരുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, പഞ്ചായത്തുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അൺകണ്ടീഷണൽ സപ്പോർട്ട് കോഴിക്കോട്ട് CPMന് കൊടുത്ത ജനങ്ങൾ ആ സപ്പോർട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ച് കോഴിക്കോട്ടെ ജനത എടുത്തു വെച്ചിട്ടുള്ള സ്റ്റെപ്പ് അത് വളരെ പ്രോഗ്രസീവാണ്, വളരെ പോസിറ്റീവാണ്. കോഴിക്കോട്ടെ ജനങ്ങൾക്കാണ് ഇവിടുത്തെ റിസൾട്ടിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ്. അതിനോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനവും KPC ഭാരവാഹികളും അവരെല്ലാവരും നടത്തിയൊരു മുന്നൊരുക്കത്തെ, ഞാനിവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയായൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിലെ ഒരുക്കങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജില്ലയിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF നേതൃത്വം പലപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഈ DCC ഓഫീസിലും ലീഗ് ഓഫീസിലും ഒക്കെ രാത്രി ഏറെ വൈകിയും നടക്കുന്ന ചർച്ചകളിൽ വലിയ പൊട്ടിത്തെറികളൊന്നുമില്ലാതെ സീറ്റ് ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പരസ്പരം വിട്ടുവീഴ്ച നേടുന്ന കാര്യത്തിൽ ജില്ലയിലെ ലീഗ് നേതൃത്വം ഉൾപ്പെടുന്ന UDF നേതൃത്വം, UDFിൻ്റെ ജില്ലാ നേതൃത്വം എടുത്തിട്ടുള്ള ഒരു പങ്ക്, കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ MK രാഘവൻ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ കോർപ്പറേഷൻ ഏരിയയിൽ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള പങ്ക്, ഇതൊക്കെ ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനി ഉറപ്പിച്ചു ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള നിശ്ചിതമായ ഒരു വിമർശനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാൻ പോകുന്നു, അതിനുള്ള സൂചനയുമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും നമുക്ക് പ്രേക്ഷകരിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടതുണ്ട്. ശ്രീ പ്രവീൺ കുമാറാണ് കാസർഗോഡ് നിന്നും. ശ്രീ പ്രവീൺ കുമാർ, താങ്കൾ കേട്ട് കാണുമല്ലോ ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത്. അങ്ങനെ ഈ സർക്കാരിന്റെ ഒരു ധാർഷ്ട്യത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു നയത്തിനെതിരായ ഒരു വിധിയെഴുത്താണോ ഇപ്പോൾ ഉണ്ടായത്? അബ്ദുൽ സലാമാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ അബ്ദുൽ സലാം, താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? ശ്രീ അബ്ദുൽ സലാം പറഞ്ഞോളൂ. രണ്ട് പാർട്ടിക്കാരുമാണ് ഈ BJPക്ക് അവസരം കൊടുത്തത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. താങ്കളെ TV